എല്ലാവർക്കും ഈ പരീക്ഷയിലേക്ക് സ്വാഗതം. +1 ഫിസിക്സിലെ ആദ്യ 2 ചാപ്റ്ററുകൾ 9 ക്ലാസ്സുകളിലൂടെ നമ്മൾ പൂർണ്ണമായും സവിസ്തരം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വർഷാന്ത്യ പരീക്ഷയിൽ പരമാവധി സ്കോർ നിങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുള്ളതും ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നതും. 15 ചാപ്റ്ററുകളിലായി വളരെയധികം കാര്യങ്ങൾ 1-ാം വർഷത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ വീഡിയോ ക്ലാസ്സുകളിലൂടെ പങ്കുവയ്ക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 90%-ലധികം മാർക്ക് നേടി A+കാരാകുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നമുക്ക് ഉയർന്ന മാർക്ക് കിട്ടിയേ തീരൂ. അതിനുള്ള ഒരേയൊരു മാർഗം ക്ലാസ്സുകളെല്ലാം, അത് ഏത് ക്ലാസ് ആകട്ടെ, കൈറ്റ് വഴിയുള്ള ക്ലാസ്സോ നിങ്ങളുടെ അധ്യാപകർ നേരിട്ടോ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെയോ അതുമല്ലെങ്കിൽ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് പോലെയുള്ള വീഡിയോ ക്ലാസ്സുകളോ ഏതുമാകട്ടെ, അതെല്ലാം ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുകയും സാധ്യമാകുന്നത്ര ചോദ്യങ്ങൾ സംഘടിപ്പിച്ച് അത് പരിശീലിക്കുക എന്നത് മാത്രമാണ്. അത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ ഞാൻ ഓരോ ക്ലാസ്സിനോടൊപ്പം ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഉയർന്ന മാർക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് സെൽഫ് ഇവാലുവേഷൻ, അതായത് മാതൃകാ പരീക്ഷകളിൽ പങ്കെടുക്കുക എന്നത്. അത്തരത്തിലുള്ള ഒരു മാതൃകാ പരീക്ഷയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ 1-ാം വർഷം 60 മാർക്കിൻ്റെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. 2, 3, 4, 5 എന്നിങ്ങനെ സ്കോറുകളുള്ള വിവിധ സെക്ഷനുകളായാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക. ഓരോ സെക്ഷനിലും 1-2 ചോദ്യങ്ങൾ അധികമായി തന്നിട്ടുണ്ടാകും, അതായത് ചോയ്സ് ലഭിക്കുമെന്നർത്ഥം. ഇവിടെ ഈ പരീക്ഷയിൽ ആകെ 40 സ്കോറും ചോദ്യങ്ങളുടെ എണ്ണം 14-മാണ്. പരീക്ഷ പൂർത്തിയാക്കാൻ എടുക്കേണ്ട സമയം 80 മിനിറ്റും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം. ആദ്യം ചോദ്യങ്ങൾ പ്രത്യക്ഷമാവുകയും 14 ചോദ്യങ്ങളും തീർന്നു കഴിയുമ്പോൾ ഉത്തരസൂചികയും ആൻസർ കീയും ആവശ്യമുള്ള ഭാഗത്ത് വിശദീകരിച്ചുകൊണ്ടുള്ള ഓഡിയോയും നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവ പോസ് ചെയ്ത് നിർത്തി ഉത്തരമെഴുതുക. തുടർന്ന് നൽകിയിരിക്കുന്ന ഉത്തരസൂചികയും വിശദീകരണവും അടിസ്ഥാനമാക്കി നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. നാം ഇതിനകം എടുത്തിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം പരീക്ഷ എഴുതിയാൽ മാത്രമേ അതുകൊണ്ട് പൂർണ്ണമായ പ്രയോജനം ലഭിക്കൂ എന്ന കാര്യം പ്രത്യേകം ഉണർത്തുന്നു. നമുക്ക് പരീക്ഷ തുടങ്ങാം.
ഒന്നാമത്തെ ചോദ്യത്തിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഫണ്ടമെന്റൽ ഫോഴ്സുകളുടെ സ്ട്രെങ്ത്തും ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അറിയാമോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ അതിലെ രണ്ടാമത്തെ ചോദ്യം, ഈ 4 ഫോഴ്സുകളിൽ യൂണിവേഴ്സൽ ഫോഴ്സ് ഏതാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചാർജുള്ള 2 വസ്തുക്കൾക്കിടയിലാണ് ഉണ്ടാവുക. ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോണുകൾക്കിടയിലാണ് അനുഭവപ്പെടുക. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ പ്രപഞ്ചത്തിൽ എവിടെയും എല്ലാ വസ്തുക്കൾക്കിടയിലും, അത് ചാർജുള്ള വസ്തുക്കൾക്കിടയിലും ചാർജ് ഇല്ലാത്ത വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. അതായത് 2 പ്രോട്ടോണുകൾക്കിടയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, അതോടൊപ്പം അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമുണ്ട്. ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോണുകൾക്കിടയിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, അനുഭവപ്പെടുന്നുണ്ട്, അതോടൊപ്പം അവിടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെയും ബാധകമാണ്. ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ എവിടെയും എല്ലാ വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന നിലയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് നമുക്കറിയാം, വിവിധ അളവുകൾ എടുത്ത് ഒരു റിസൾട്ട് കണക്കാക്കുമ്പോൾ റിസൾട്ടിൽ അനുഭവപ്പെടുന്ന പ്രതീക്ഷിക്കുന്ന ഓവറോൾ എറർ കാണുന്നതിന് നമ്മൾ പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, അതുപോലെ പവർ റൂളും പഠിച്ചിരുന്നു. അത് നിങ്ങൾക്ക് അറിയുമോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ളൊരു പ്രോബ്ലമാണിത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് അടിസ്ഥാനമാക്കി അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക, തിരുത്തുക. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല തന്നിരിക്കുന്നു. ബ്രാക്കറ്റിൽ 4 യൂണിറ്റുകളും തന്നിരിക്കുന്നു. ഇതിലേതാണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കണ്ടാൽ തന്നെ അറിയാം, അത് പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ തന്നിട്ടുള്ളതിൽ വാട്ട്സ് എന്നതാണ് ഇവിടെ യോജിക്കുക. അതുപോലെ അതിലെ രണ്ടാമത്തെ ചോദ്യം, വിസ്കസ് ഫോഴ്സിൻ്റെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. അതിൽ മൊത്തം 4 പാരാമീറ്റേഴ്സാണ് ഉള്ളത്: ഫോഴ്സ്, വിസ്കോസിറ്റി, റേഡിയസ്, വെലോസിറ്റി. അതിൽ വിസ്കോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെയും റേഡിയസിൻ്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ നമുക്കറിയാവുന്നത് കൊണ്ട് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്തി അത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ കാണുമ്പോൾ വിസ്കോസിറ്റിയായ ഈറ്റയുടെ ഡയമെൻഷൻ ml⁻⁻1 t⁻⁻1 എന്ന് ലഭിക്കുന്നു. ഇനി നാലാമത്തെ ചോദ്യമാണ്. 2 സെറ്റ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഓഡ് വൺ ആയിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തോടൊപ്പം സൂചനയും തന്നിട്ടുണ്ട്. ആദ്യം വർക്ക് എനർജി, വർക്ക് ഫോഴ്സ്, ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി, ഇമ്പൾസ്, മൊമെന്റം എന്നിങ്ങനെ 4 പെയറുകൾ തന്നു. സൂചന ഡയമെൻഷൻസ് എന്ന് തന്നിട്ടുമുണ്ട്. ഇതിൽ നിന്നും കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, വർക്കിൻ്റെയും എനർജിയുടെയും ഡയമെൻഷൻ ഒന്ന് തന്നെയാണ്. അതുപോലെ ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി ഒരേ ഡയമെൻഷനാണ്. ഇമ്പൾസും മൊമെന്റവും ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ വർക്കിൻ്റെ ഡയമെൻഷനും ഫോഴ്സിൻ്റെ ഡയമെൻഷനും വ്യത്യസ്തമാണ്. ആ അർത്ഥത്തിൽ 3 എണ്ണത്തിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് തന്നെയാണ്, എന്നാൽ ഒരെണ്ണം മാത്രമാണ് വ്യത്യസ്ത ഡയമെൻഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് വർക്ക്, ഫോഴ്സ് എന്നത് അതിനെ സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അതുപോലെ 4 സംഖ്യകൾ തന്നിരിക്കുന്നു. അതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തെറ്റുകൂടാതെ കാണാൻ അറിയുമോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ അതും വ്യക്തമാണ്. 3 എണ്ണത്തിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 എന്നാൽ ആദ്യത്തേത്, അതായത് 0.002 എന്നതിൽ ഒരേ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമുള്ളൂ. ആ അർത്ഥത്തിൽ ഒന്നാമത്തേത് കൂട്ടത്തിൽപ്പെടാത്തതാണ്. അതവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 5ാമത്തെ ചോദ്യമാണ്. യൂണിറ്റുകളെ 2ആയി തിരിച്ചിട്ടുണ്ട്: ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. തന്നിട്ടുള്ളവയിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, സെന്റിമീറ്റർ, മീറ്റർ, ലൈറ്റ് ഇയർ ഇതെല്ലാം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയായ ലെങ്തിൻ്റെ യൂണിറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ്. എന്നാൽ ന്യൂട്ടൺ എന്നത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീറ്റർ ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ എല്ലാ യൂണിറ്റുകളും ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ്. അതിലെ 2ാമത്തെ ചോദ്യം, ബി, ആംഗിളിൻ്റെ, പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ത്?
അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞതാണ്. ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ്. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ഡിഗ്രിയാണ്. ഏതായാലും SI യൂണിറ്റ് റേഡിയൻ ആണ്. പിന്നെ അതിൻ്റെ ഡയമെൻഷനാണ്. നമുക്കറിയാം ഡയമെൻഷൻ ഇല്ലാത്ത ചില ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ആംഗിൾ. അതുകൊണ്ട് ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ഇനി 6ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തിലൂടെ പരിശോധിക്കപ്പെടുന്നത് രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. രണ്ട് സന്ദർഭത്തിലും എഫക്റ്റീവ് എറർ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് എറർ കാണാൻ അബ്സല്യൂട്ട് എററുകൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത് എന്ന വിവരം പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടെമ്പറേച്ചറുകൾ കിട്ടിയിട്ടുണ്ട്. ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ വാല്യൂവിൽ നിന്ന് ഇനിഷ്യൽ വാല്യൂ കുറയ്ക്കും. അപ്പോൾ 30 - 20 10 എന്ന് കിട്ടും. പിന്നെ എററാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ തെറ്റിച്ചു കളയരുത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണെങ്കിലും റിസൾട്ടൻ്റ് എറർ കാണാൻ രണ്ടിൻ്റെയും അബ്സല്യൂട്ട് എറർ കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ കിട്ടുന്ന ഉത്തരത്തോടൊപ്പം പ്രതീക്ഷിക്കാവുന്ന എറർ എന്ന് പറയുന്നത് 0.5 + 0.5 = 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈക്വൽ ടു 10 ± 1 ഡിഗ്രി സെൽഷ്യസ്. ഇനി അതിലെ 2ാമത്തെ ചോദ്യം, അതും ഒന്ന് ശ്രദ്ധയോടെ നിങ്ങൾ നോക്കേണ്ടതാണ്. ഒരു ബോക്സിന് 2.3 കിലോഗ്രാം മാസ് ഉണ്ട്. അതിലേക്ക് 2 ചെറിയ ഗോൾഡ് പീസുകൾ ഇട്ടു. അപ്പോൾ ടോട്ടൽ മാസ് കാണുക എന്നുള്ളത് നമുക്ക് പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ആഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് ആദ്യം തന്നിരിക്കുന്നത് കിലോഗ്രാമിലും രണ്ടാമത് തന്നിരിക്കുന്നത് ഗ്രാമിലുമാണ്. എല്ലാം ഒരു യൂണിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂമറൽ എന്ന് പറയുന്നത് 2.3402 കിലോഗ്രാം എന്നാണ്. പക്ഷേ ആഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്. 2 അതിലധികമോ മെഷർമെൻറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യപ്പെട്ട സംഖ്യകളിൽ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് എത്രയാണോ അത്രയും ഡെസിമൽ പ്ലേസ് മാത്രമേ ഉത്തരത്തിൽ നിലനിർത്താവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തതിൽ ആദ്യത്തേതിൽ 1 ഡെസിമൽ പ്ലേസും രണ്ടാമത്തേതിൽ അതായത് 0.02015 5 ഡെസിമൽ പ്ലേസും അതുപോലെ അടുത്തതിലും 5 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് 2.3 അത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടിയെടുക്കുന്ന റിസൾട്ടിൽ 1 ഡെസിമൽ പ്ലേസേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ 2.3 കിലോഗ്രാം എന്ന് മാത്രമേ ഇതിൽ നമുക്ക് എഴുതാൻ കഴിയൂ. ദെൻ 7ാമത്തെ ചോദ്യം, അതിൽ 1ാമത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രഷറിൻ്റെയും ഡെൻസിറ്റിയുടെയും ഡയമെൻഷൻ എഴുതാൻ പറഞ്ഞു. ഇനി 2ാമത്തേത് ഒരു ഇക്വേഷൻ, അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പരിചയമില്ല, അത് നിങ്ങൾ തുടർന്ന് പഠിക്കുന്നതാണ്. ഏതായാലും അതിലെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എന്താണെന്ന് ചോദ്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി. നമുക്കറിയാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ അതുകൊണ്ട് LHSൻ്റെ ഡയമെൻഷൻ പരിശോധിക്കുന്നു, RHSൻ്റെ ഡയമെൻഷൻ പരിശോധിക്കുന്നു. രണ്ടും പരിശോധിക്കുമ്പോൾ രണ്ടിലും നമുക്ക് കിട്ടുന്നത് LT⁻⁻1 എന്ന് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇരുഭാഗത്തും ഡയമെൻഷൻ ഈക്വൽ ആയതുകൊണ്ട് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കണ്ടെത്തുന്നു. 8ാമത്തെ ചോദ്യമാണ്. ഒരു റിലേഷൻ തന്നിരിക്കുന്നു. F = A/V + BT⁻⁻1. അതിൽ V വെലോസിറ്റി ആണെന്നും T ടൈം ആണെന്നും F ഫോഴ്സ് ആണെന്നും വ്യക്തമാണ്. അപ്പോൾ നമുക്കറിയാം ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വേഷൻ ശരിയായ ഇക്വേഷൻ ആകുമ്പോൾ അതിലെ ഓരോ പദങ്ങളുടെയും ഡയമെൻഷൻ തുല്യമായിരിക്കും. ഇത്തരത്തിലുള്ള പ്രോബ്ലം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും അനുയോജ്യമായ 2 ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എയുടെ ഡയമെൻഷനാണ്. അപ്പോൾ നമ്മൾ അതിൽ A/Vയുടെ ഡയമെൻഷൻ ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്നെഴുതുന്നു. അപ്പോൾ നോക്കൂ, A, V, F 3 ക്വാണ്ടിറ്റീസ് ആണ് അതിനകത്തുള്ളത്. നമുക്ക് കാണേണ്ടത് എയുടെ ഡയമെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് A ലെഫ്റ്റിൽ കീപ്പ് ചെയ്തതിന് ശേഷം വിയുടെ ഡയമെൻഷൻ വലത്തേക്ക് മാറ്റി എഴുതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് A = ഡയമെൻഷൻ ഓഫ് F ഇൻറ്റു ഡയമെൻഷൻ ഓഫ് V എന്നെഴുതി. എന്നിട്ട് അത് അതിൻ്റെ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് mL² T⁻³ എന്ന് കിട്ടുന്നു. ഇനി അതുപോലെ നമുക്ക് ബിയുടെ ഡയമെൻഷൻ കിട്ടണം. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി? ബി ഉൾപ്പെടുന്ന പദവും അതുപോലെ FO അല്ലെങ്കിൽ A/Vയോ ഏതെങ്കിലുമായി ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടി ഡയമെൻഷൻ ഓഫ് BT⁻⁻1 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് F എന്നെഴുതി.
ബിയെ ലെഫ്റ്റ് സൈഡിൽ ഐസൊലേറ്റ് ചെയ്തെടുത്തു. t⁻⁻1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്തിയത്. അതിനുശേഷം ഡയമെൻഷൻ കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് mLt⁻⁻1 എന്നാണ് കിട്ടുന്നത്. അതിൽ ബി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ബി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് പ്രവചിക്കാനാകുമോ? അത് വളരെ എളുപ്പമാണ്. നോക്കൂ, അതിന് ഡയമെൻഷൻ മാസ്, ലെങ്ത്, പെർ ടൈം ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കുമെന്ന് വളരെ എളുപ്പത്തിൽ നമുക്കത് നോക്കി പറയാവുന്നതാണ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 അളവുകൾ തന്നിരിക്കുന്നു. അതിനെ സയന്റിഫിക് നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്ത് ഓരോന്നിൻ്റെയും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്ത് ചെയ്യണം? തന്നിട്ടുള്ള സംഖ്യയെ 1നും 10നും ഇടയിലുള്ളൊരു സംഖ്യയുടെയും ഇൻറ്റു 10⁻⁷ എന്ന രീതിയിൽ എഴുതണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 250നെ 2.5 × 10⁻² എന്ന രൂപത്തിൽ എഴുതി. അപ്പോൾ നമ്മൾ പഠിച്ച റൂൾ എന്താണ്? ബേസ് ആയി വരുന്ന സംഖ്യ 5ഓ 5ൽ താഴെയോ ആണെങ്കിൽ 10ന്റെ പവറായി വരുന്ന സംഖ്യയായിരിക്കും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ 2.5 × 10⁻² എന്നാണ് കിട്ടിയത്. 2.5 എന്ന് പറയുന്നത് 5ൽ താഴെയാണ്. അപ്പോൾ 10ന്റെ പവറായി വരുന്ന 2 ആണ് 250ന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അതെഴുതി. ഇനി അടുത്തത് 9.1 × 10⁻31 ആണ്. അവിടെ നമുക്കറിയാം സയന്റിഫിക് നൊട്ടേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം വരുത്തേണ്ടതില്ല. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ എഴുതുമ്പോൾ ബേസായി വരുന്ന സംഖ്യ 5ൽ കൂടുതലാണെങ്കിൽ 10ന്റെ പവറിനോടൊപ്പം 1 കൂട്ടി എഴുതണം. അതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ 9.1 എന്നുള്ളത് 5നേക്കാൾ കൂടുതലായതുകൊണ്ട് പവറായ -31 + 1 = -30 എന്നാണ് ലഭിക്കുന്നത്. ഇനി അവസാനത്തേത് 0.005 ആണ്. ബേസായി വന്നിരിക്കുന്ന സംഖ്യ 5 ആണ്. നമ്മൾ റൂൾ പറഞ്ഞത് 5ഓ 5ൽ താഴെയോ ആണെങ്കിൽ 10ന്റെ പവർ തന്നെയാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അടുത്തത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അതോടൊപ്പം അബ്സല്യൂട്ട് എററും തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എറർ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച റൂളുണ്ട്. പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഒരു റിസൾട്ട് 2 ക്വാണ്ടിറ്റികളുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ ദ റിസൾട്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പെർസെൻറ്റേജ് എറേഴ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ മെഷർമെൻ്റ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി വെച്ചു നോക്കൂ. A = L × B. അപ്പോൾ എയുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ പെർസെൻറ്റേജ് എററിൻ്റെയും ബ്രെഡ്ത്തിൻ്റെ പെർസെൻറ്റേജ് എററിൻ്റെയും സം ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ∆L/L × 100 എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ പെർസെൻറ്റേജ് എറർ പ്ലസ് ∆B/B × 100 ബ്രെഡ്ത്തിൻ്റെ പെർസെൻറ്റേജ് എറർ. ഇനി അതിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നു. ∆L എന്ന് പറയുന്നത് 0.1 ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വാല്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 7.6 എന്നാണ് കിട്ടുക. അതായത് ഈ മെഷർമെൻ്റ് ഉപയോഗിച്ച് നമ്മൾ ഏരിയ കണക്കാക്കിയാൽ ആ റിസൾട്ടിൽ നമുക്ക് 7.6% എറർ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത് നോക്കൂ 11. ഒന്നാമത് ചോദിച്ചിരുന്നത് 1200 kg/m³ എന്ന് പറയുന്നത് എത്ര g/cm³ എന്നാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ 1200 kg/m³ എന്ന് എഴുതി നമ്മൾ എന്ത് ചെയ്തു? 1200 × കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ×1000 എന്നെഴുതി ബൈ 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക 1.2 g/cm³ എന്നാണ്. ഇനി രണ്ടാമത് നോക്കൂ, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അവിടെ ഗ്രാം cm/s തന്നിരിക്കുന്നത്. അതിനെ കിലോഗ്രാം m/s കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മെത്തേഡ് പഴയത് തന്നെയാണ്. എന്തെഴുതി? 1 × ഗ്രാമിനെ നമ്മൾക്ക് എന്താക്കണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം ഒരു ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. അതുകൊണ്ട് ഗ്രാം മാറ്റി അവിടെ 10⁻³ കിലോഗ്രാം എന്ന് കൊടുത്തു. അതുപോലെ സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്കാണ് മാറ്റുന്നത്. ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലത്തിൽ തിരിച്ചാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ഥാനത്ത് 10⁻² മീറ്റർ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 10⁻⁵ എന്നാണ് കിട്ടുക. യൂണിറ്റ് കിലോഗ്രാം m/s. ഇനി അവസാനത്തേത് ഒരു നാനോമീറ്റർ എത്ര ആങ്സ്ട്രം ആണെന്ന് കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്ത് ഉത്തരം എഴുതാവുന്നതാണ്. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? അവിടെ സ്റ്റെപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
10 ആങ്സ്ട്രം എന്നാണ് ഉത്തരം കിട്ടുക. അത് വന്നിരിക്കുന്ന സ്റ്റെപ്പ് നോക്കുക. 1 ആങ്സ്ട്രം ഈക്വൽ ടു 10⁻⁻10 ആണ് നമുക്കറിയാം. അതിനെ സൗകര്യത്തിന് വേണ്ടി 10⁻⁻1 ഇൻറ്റു 10⁻⁻9 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സ്പ്ലിറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ 10⁻⁻9ൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 നാനോമീറ്റർ എന്ന് മാറ്റി എഴുതാൻ കഴിയും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കൂ. 1 ആങ്സ്ട്രം ഈക്വൽ ടു 10⁻⁻1 ഇൻറ്റു 1 നാനോമീറ്റർ. ദെൻ 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻1നെ 1 ആങ്സ്ട്രമിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് കൊണ്ടുപോവുക. അപ്പോൾ 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 1 ആങ്സ്ട്രം ബൈ 10⁻⁻1 ഈക്വൽ ടു 10 ഇൻറ്റു 1 ആങ്സ്ട്രം ഈക്വൽ ടു 10 ആങ്സ്ട്രം എന്ന് കിട്ടും. അതായത് 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10 ആങ്സ്ട്രം ആണ് എന്നാണ് ഉത്തരം കിട്ടുക. അതൊന്ന് ചെയ്ത് പരിശീലിക്കുക. ഇനി 12ാമത് ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യം പബ്ലിക് എക്സാമിനേഷന് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത് ഞാനിവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ ആ തരത്തിലുള്ള പ്രോബ്ലം നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടിയ ഉത്തരം ഇതുമായി ഒത്തുപോകുന്നുണ്ടെന്ന് പരിശോധിക്കുക. എന്നിട്ട് ഓരോന്നും എടുത്തെഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഈ അബ്സല്യൂട്ട് എററുകൾ കിട്ടുമ്പോൾ അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അതിൻ്റെ സൈൻ കൺസിഡർ ചെയ്യാതെ എല്ലാം പോസിറ്റീവായി പരിഗണിച്ചുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, അബ്സല്യൂട്ട് എറർ കാണുമ്പോൾ ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ കുറയ്ക്കാം, തിരിച്ചായാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റിൽ നിന്നും മീൻ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് T1 മൈനസ് T ബാർ, T2 മൈനസ് T ബാർ, അങ്ങനെയാണ് കുറച്ചത്. ഇനി നിങ്ങൾക്ക് തിരിച്ചായാലും കുഴപ്പമില്ല, ഉത്തരത്തിലൊരു മാറ്റവും വരില്ല എന്നുകൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കുക. രണ്ടാമത് എന്ത് പറഞ്ഞിട്ടുണ്ട്? കിട്ടിയ ഉത്തരത്തോടൊപ്പം എറർ ചേർത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടി 2.62 എന്നാണ് ആവറേജ് വാല്യൂ കിട്ടിയത്. അതോടൊപ്പം മീൻ അബ്സല്യൂട്ട് എററായ 0.11 സെക്കൻഡ് എന്ന് പ്ലസ് ഓർ മൈനസ് ചേർത്ത് എഴുതുക. ഇനി 13ാമത്തെ ചോദ്യം നോക്കുക. ഇത് 1 പാർസെക്ക് എന്നാൽ എന്ത് എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം തന്നിട്ടുള്ളത്. പാർസെക്കിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് തന്നെ, ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് ഒരു AU ആകുക. ആ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 1 സെക്കൻഡ് ആണെങ്കിൽ സെൻറ്ററിൽ നിന്നും ആർക്കിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ആ റേഡിയസ് ആണ് ഒരു പാർസെക്ക് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് ഒരു AU, റേഡിയസുകൾ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 1 സെക്കൻഡുമാണെങ്കിൽ ആ റേഡിയസിൻ്റെ നീളം ഒരു പാർസെക്ക് ആയിരിക്കും. അപ്പോൾ ചിത്രത്തിൽ OP എന്ന് പറയുന്നത് 1 പാർസെക്കാണ്. അടുത്തത് നീളത്തിൻ്റെ സബ് യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, സബ് യൂണിറ്റുകൾ ഓരോന്നും കാണാതെ പഠിച്ചു വയ്ക്കണം. 10⁻⁻6 മീറ്റർ മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആണ്. 10⁻⁻9 നാനോമീറ്റർ ആണ്. 10⁻⁻10 ആങ്സ്ട്രം ആണ്. അതുപോലെ 10⁻⁻15 മീറ്റർ ഫെർമിയാണ്. ഇനി 13ാമത്തെ ചോദ്യത്തിലെ അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ, പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് സൂര്യൻ്റെ ഡയമീറ്റർ കാണാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാരലാക്സ് മെത്തേഡിൽ ദൂരത്തുള്ള വസ്തുക്കളുടെ ഡിസ്റ്റൻസ് കാണുവാനും പഠിച്ചിരുന്നു. അതുപോലെ ഭൂമിയിൽ ഒരിടത്ത് നിന്ന് 2 ഡയമെട്രിക് ഓപ്പോസിറ്റ് പോയിന്റുകളിൽ ഒബ്സർവേഷൻ നടത്തി ഹെവൻലി ബോഡിയുടെ ഡയമീറ്റർ കാണാനും പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ പാരലാക്സ് ആംഗിളും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ജനറൽ ഫോർമുല ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. അതായത് ഇവിടെ പാരലാക്സ് ആംഗിൾ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സൺ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ 3 പാരാമീറ്റേഴ്സിൽ പാരലാക്സ് ആംഗിളും തന്നിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ്, ഡയമീറ്റർ കണ്ടുപിടിക്കാവുന്നതാണ്. അതവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതും ചെയ്തു നോക്കുക. ഉത്തരം നിങ്ങളുടെ ഉത്തരവുമായി ഒത്തുനോക്കുക. ഇനി അവസാനത്തെ ചോദ്യം ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഫോർമുല എസ്കേപ്പ് വെലോസിറ്റി നിങ്ങൾ ഫിസിക്സിൽ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കുന്നുണ്ട്. ഏതായാലും എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന വെലോസിറ്റി 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മറ്റൊന്ന് പ്ലാനറ്റിൻ്റെ റേഡിയസ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് എഴുതാവുന്നതാണ്. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രമേ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം എന്ത് ചെയ്യുന്നു,
അതിൻ്റെ ഫോർമുല നമ്മൾ ഗസ് ചെയ്യും. വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 2 അൺനോൺസ് കൊടുക്കുന്നു, നമ്മൾ എ ബി കൊടുക്കുന്നു. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ പഴയ മെത്തേഡിൽ തന്നെ അത് ഫോളോ ചെയ്യുന്നു. അതിൻ്റെ അവസാനം ജിയുടെ പവർ ഹാഫ്, അതുപോലെ ആറിൻ്റെ പവറും ഹാഫ് എന്നാണ് കിട്ടുന്നത്. അത് അവസാനം നമ്മൾ എഴുതി. പിന്നെ നമ്മൾ പറഞ്ഞു ജി റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ റൂട്ട് ഓഫ് ജി ആണ്. അതുപോലെ ആർ റേസ് ടു ഹാഫ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ആറാണ്. അത് ഒറ്റ റാഡിക്കൽ സൈനിനകത്ത് എഴുതി. അങ്ങനെ ഫൈനലി കെ ഇൻറ്റു റൂട്ട് ഓഫ് ആർ ജി എന്ന് എഴുതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചില ചോദ്യത്തിൽ കെയുടെ വാല്യൂ തന്നിട്ടുണ്ടാകും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ കെയുടെ വാല്യൂ ചേർത്ത് ഫൈനൽ ഉത്തരം എഴുതണം. ഇവിടെ കെയുടെ വാല്യൂയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺസ്റ്റൻറ്റിന് പകരം കെ എന്ന് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നെ അതിൽ രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത് ഡയമെൻഷൻ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട 2 ലിമിറ്റേഷൻസ് ആണ് എഴുതാൻ പറഞ്ഞത്. നമ്മൾ 2-3 എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് അതേപടി അനുയോജ്യമായ രീതിയിൽ ഏതെങ്കിലും 2 എഴുതുക. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്നതുകൊണ്ട് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് തുടക്കമാണ്. ചെയ്യാവുന്നത് വീണ്ടും ക്ലാസ്സുകൾ കാണുക, പുസ്തകങ്ങൾ ശേഖരിച്ച് ഓരോരോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ പരിശീലിച്ച് പഠിക്കുക. ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് നീങ്ങുന്തോറും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി വരും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.